ഹലോ, നമുക്കിന്ന് ചിരട്ട വെച്ചൊരു പോട്ട് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ മീഡിയം സൈസിലൊരു ചിരട്ട തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് സാൻഡ് പേപ്പർ വെച്ച് അതിൻ്റെ പുറത്തെ എല്ലാ തൊണ്ടും നമ്മളൊന്ന് ഉരച്ച് റെഡിയാക്കി എടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ വായുടെ അളവ് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്കത് ഉരച്ച് കഴിയുമ്പോൾ കിട്ടണത്. ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ചിരട്ടയുടെ 3 കണ്ണും ചെറിയൊരു ഹോളാക്കി എടുക്കുകയാണ് ചെയ്യണത്. ഇത് ചെറിയൊരു കത്തി കൊണ്ട് തന്നെ കുത്തുമ്പോൾ നമുക്ക് അവിടെ ഹോളായി കിട്ടിക്കോളും. അതേപോലെ തന്നെ ഇത് 3ഉം നമുക്കങ്ങനെ ഹോളാക്കി എടുക്കാം. ഈ ഹോളും നമ്മൾ ഇടുമ്പോൾ ഒരേ അളവിലുള്ളത് ഇടണം. പക്ഷെ ഞാനിവിടെ ഇട്ടപ്പോൾ ഒരെണ്ണം വലുതായിപ്പോയി. സാരമില്ല, നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ 3 എണ്ണം നമ്മൾ റെഡിയാക്കി എടുക്കണം. ഈ 3 ഹോളും ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് വെക്കാൻ വേണ്ടി 3 ചെറിയ കമ്പുകളും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ കമ്പ് നമ്മൾ ഫ്ലെക്സ് ക്വിക്ക് വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മുളയുടെ കമ്പാണ് വെച്ച് കൊടുത്തേക്കണത്. നമുക്ക് എന്ത് മരത്തിൻ്റെ കമ്പാണെങ്കിലും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്ത് ഫ്ലെക്സ് ക്വിക്ക് വെച്ച് അതിൻ്റെ 2 വശവും നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പോട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് പെയിൻറ്റും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് ഓപ്ഷണലാണ്, നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി. അപ്പം ഞാൻ ഇതൊന്ന് പെയിൻറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടൊന്ന് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ഫുള്ള് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു രീതിയിലാണ് നമുക്ക് പോട്ട് കിട്ടിയിട്ടുള്ളത്. ഈ പോട്ടിലേക്ക് ഞാൻ കുറച്ച് ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു ചെടിയാണ് നടാൻ പോണത്. ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല. ഈ ചെടിയുടെ ചെറിയ ചെറിയ പീസുകൾ ഈ പോട്ടിലേക്ക് അങ്ങനെ നട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ടയും കുറച്ച് കമ്പുകളും മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കിയേക്കണേ. അങ്ങനെ ഈ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. താങ്ക്